ചേട്ടനെ അങ്ങനെ ഒരാളും ഇന്നേ വരെ കഴിഞ്ഞത് പോയിട്ട് ഞാൻ കരഞ്ഞ് ഇനി നമുക്ക് പോണം ഒരാഗ്രഹമുണ്ട്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസിന്റെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ നമ്മള് കുറേ നാളുകൾക്ക് ശേഷമാണ് അമ്മേനെ നടുക്കിലിരുത്തി വീഡിയോ ചെയ്തത്. കുറെ നാൾക്ക് ശേഷം ഞാനങ്ങനെ ചെയ്തിട്ടില്ല തോന്നുന്നല്ലേ. നമ്മളിരുത്തി അങ്ങനെ ഒരു വീഡിയോ എനിക്ക് എന്റെ ഓർമ്മയില് വളരെ കുറവാണ്. ഇപ്പൊ അടുത്തൊന്നും വന്നിട്ടില്ല. ഇത് ഞാൻ എത്രയോ നാളുകൾക്ക് മുമ്പ്, അതായത് ഒരു വർഷത്തിന് 1 year ആയിക്കോട്ടെ, ഒരു വർഷത്തിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് അമ്മനോടുള്ള Q&A ആണ്. അമ്മനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് Q&A ഇട്ടിട്ടുണ്ടെങ്കിലും അതിലൊരു 10 ക്വസ്റ്റ്യനെങ്കിലും വരും. സീതമ്മനോട് എന്ന് പറഞ്ഞിട്ടുള്ള Q&A നിങ്ങൾ എന്താ ചെയ്യാത്തതെന്ന്. ചെയ്യാണ്ടിരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ Q&A ചെയ്യണമെങ്കിൽ കീത്തുവും വേണം, ഞാനും വേണം, പിന്നെ അമ്മയും വേണം. അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ പിള്ളേരെല്ലാവരെയും നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അമ്മയാണ് നോക്കുന്ന ആള്. അല്ലെങ്കിൽ ഇപ്പൊ ഇവരൊരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും പെണ്ണുങ്ങൾ അകത്തുണ്ടാവണം. അപ്പൊ 3 പേരെയും കൂടെ കിട്ടണമെങ്കിൽ ചേട്ടന്മാര് വേണം, അച്ഛനും വേണം. അപ്പൊ ഇന്ന് പിള്ളേര് 2 ഉറങ്ങാണ്, ഒരാള് ചേട്ടൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഓടാൻ പോകണം, ആ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻ വന്നിട്ട് 132 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അമ്മേ എന്റെ അമ്മ കുറെ നേരം ടെൻഷൻ എന്തൊക്കെ ചോദ്യങ്ങളാവും, എന്തുട്ടാ ചോദിച്ചിരിക്കണേന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മറക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമ്മ നീന ശരത്ത്, മരുമക്കളെ കുറിച്ചുള്ള അമ്മയുടെ അഭിപ്രായം. അതൊന്ന് ആലോചിക്കുന്നു. പിന്നെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് ലെവലിലൊന്നും ഞാൻ ചോദിക്കണത്. അതെ, ഒരു ലെവലിലും കാണില്ല. അതാ ഒന്ന് പറയില്ല, അന്നെ കുശുമ്പെടുക്കുന്ന തരത്തില, അങ്ങനത്തെ തരത്തിലാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ തരത്തിൽ എനിക്ക് തോന്നുന്നുള്ളൂ. അങ്ങനെ ഒന്നും കാണില്ല നിങ്ങളിൽ ആ തരത്തിൽ അഭിപ്രായമാണെങ്കിൽ. നല്ല അഭിപ്രായം അങ്ങനെയാണ്. അപ്പൊ പേര് ഷാഹിദ കെ ചോദിച്ചിട്ടുണ്ട്. 2 ചേച്ചിമാരെ ഗുഡ് ആൻഡ് ബാഡ് ക്വാളിറ്റി പറയാമോ? അമ്മയ്ക്ക് ആദ്യത്തെ മരുമോൾ വന്നപ്പോഴും രണ്ടാമത്തെ മരുമോൾ വന്നപ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ എന്താണ്? പിന്നെ 4 കൊച്ചുമക്കളെ കുറിച്ച് പറയണേ. 2 പേരാണ് കൂടുതൽ പാവം. എനിക്കൊരു ഹായ് പറയാമോ? 2 പേരിൽ ആരാണ് കൂടുതൽ പാവം? എനിക്കൊന്ന് ഹായ് പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്റെ പേര് അസ്മിയ. പ്ലീസ് കമന്റ് വായിക്കണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 ചേച്ചിമാരുടെ ഗുഡ് ആൻഡ് ബാഡ് ക്വാളിറ്റി പറയാമോ എന്നാണ്. നല്ലതും ചീത്തയും പറയാം. അപ്പൊ അതിനെ പറ്റി പറയാൻ നല്ലതൊരെണ്ണം പറ. അഞ്ജുലു നല്ല അഭിപ്രായം ഈശ്വര രണ്ടുപേരെല്ലാം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റില്ല. അങ്ങനെ ഇത് നന്നാക്കണമായിരുന്നു. ബാഡ് ക്വാളിറ്റി അല്ല, ഇത് കുറച്ചുകൂടി നന്നാക്കാൻ നിനക്ക് അത് പറഞ്ഞു. നല്ലത് പറഞ്ഞു, നല്ല ഒന്നും ഉണ്ടാക്കി പറയും. പിന്നെ പോരായ്മ അങ്ങനെയൊന്നുമില്ല, ചെങ്ങനെ തുടങ്ങിക്കോട്ടെ. പക്ഷെ എനിക്ക് അങ്ങനെയല്ലേ അമ്മ ടെൻഷൻ അടിക്കേണ്ട. അഞ്ചു കുറച്ച് സ്പീഡ് കൂടുതലാണ്, അല്ലെങ്കിൽ അല്ല ഞാൻ പറഞ്ഞ എഴുതാനാണെങ്കിൽ പിന്നെ എഴുതാം. നമുക്കിത് പറയാറുണ്ടെങ്കിലേ നിങ്ങള് സംസാരിക്കുമ്പോ ഒച്ചയിൽ 5 എപ്പോഴും സംസാരിക്കുമ്പോ ഒച്ചയിൽ സംസാരിക്കുമ്പോ ഞാൻ പറയാറുണ്ട് 5 പതുക്കെ സംസാരിച്ചാൽ മതി. നമ്മള് വീട്ടില് മാത്രം കേൾക്കാൻ വേണ്ടി. അത് ദേഷ്യത്തിലുള്ള കാര്യങ്ങൾ എന്ത് കാര്യമോ ഉറക്കെ സംസാരിക്കും. അങ്ങനെ പറയാം, പതുക്കെ സംസാരിച്ചാൽ മതി എന്ന് പറയും. അത് ശരിയാണ്. ഞാൻ പറയുന്ന കാര്യം ഗുഡ് ക്വാളിറ്റി. എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് നല്ല ഉത്സാഹം ഇതും പ്രോത്സാഹനമാണ്. അതിപ്പോ കീത്തുവിന്റെ കാര്യം പറഞ്ഞാലും അതിനെയാണ്. അഞ്ജുന് ഇത്തിരി ഇതാണ്. കീത്തും അല്ല സാവധാനത്തിൽ എല്ലാം മുൻകൂട്ടി ചെയ്യുന്നുണ്ടെങ്കിലും പതുക്കെ പതുക്കെ പറയും. എല്ലാം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഒക്കെ ആണെങ്കിലും പതുക്കെ പറയും ഇതാവുള്ളൂ. പക്ഷെ അഞ്ജു വേഗം എല്ലാവരോടും വേഗം ചാടി ഓടി വന്ന് ഇങ്ങനെ ചാടി കഴിച്ച് ഇങ്ങനെ കടിച്ചെന്നല്ല, ചാടി അങ്ങോട്ട് പറയും. അങ്ങനെയല്ലേ ഇതും
അപ്പൊ എന്റെ കുറച്ച് സ്ലോ ആണ്. ഒത്തിരി മാത്രം. എന്നാലും അത് എല്ലാം നല്ല കാര്യങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും. അത് അങ്ങനെ ഒന്നുള്ളൂ, ഒരു പതുത്തിരി സാവധാനം. അഞ്ജുനയിൽ ഇത്തിരി സ്പീഡ് കുറവെന്നുള്ളൂ മാത്രമേ നല്ല അഭിപ്രായങ്ങളും. പിന്നെ ആദ്യത്തെ മരുമോൾ വന്നപ്പോഴും രണ്ടാമത്തെ മരുമോൾ വന്നപ്പോഴുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? അത് വ്യത്യാസം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വന്നത് എനിക്ക് 2 മക്കളുണ്ടായെങ്കിൽ ഒരു മോളും കൂടി വന്നുള്ള ഒരു വ്യത്യാസം. രണ്ടാമത്തെ ആൾ വന്നപ്പോ 2 മക്കളിൽ കൂടി 4 മക്കളായി എനിക്ക്. അപ്പൊ എനിക്ക് കൂട്ടിന് 2 ആളായി. ഒരാളുണ്ടായേ കൂടി ഒരാളും കൂടിയും കൂടി ഉണ്ടായപ്പോ ആ ഒരു വ്യത്യാസം മാത്രമേ. അല്ലാണ്ട് വേറെ എനിക്ക് പിന്നെ മക്കൾ അവരുണ്ടാവുമ്പോ എനിക്ക് എന്റെ ജോലി ഭാരങ്ങളും കുറഞ്ഞ് അവരും കൂടിയുള്ള സഹായങ്ങൾ എനിക്ക് അങ്ങനെ ഉണ്ടായുള്ള വ്യത്യാസങ്ങൾ. പിന്നെ എന്താ പറയുമ്പോ 4 കൊച്ചുമക്കളെ കുറിച്ചിട്ടുള്ള അമ്മയുടെ അഭിപ്രായം, ആരും പാവം അങ്ങനൊക്കെ. അത് പറയാനും ചെറുപ്പത്തിലെ പാവം നോക്കുകയാണെങ്കിൽ ചെറുപ്രായത്ത് പാവമായിട്ടുണ്ടായി. പാറുമോള് പാവമായിട്ടുണ്ടായിരുന്നു, കാശിയും ഇത്തിരി പാവമായിരുന്നു. അന്ന് അല്ലും നന്ന കുഞ്ഞു പ്രായത്തില്. ഇപ്പൊ അവര് 2 ആളുകളാണ് ഇത്തിരി കൂടുതൽ കുറുമ്പ്, അങ്ങനത്തെ വാശിന് കരച്ചില് ഏത് നേരം നോക്കിയാലും. കാശി ഒരിത്തില് ഇപ്പൊ അമ്മ എന്നെ വേണം എന്നുള്ള വാശിയിലുള്ളതാണ് കാശി. അതും 2 മക്കളില് വെച്ചിട്ട് 4 മക്കളിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം അമ്മയ്ക്ക് അവരെ വിട്ടു നിൽക്കേണ്ട സാഹചര്യം വന്നു, അതെന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഞാൻ എവിടെയെങ്കിലും നിങ്ങളെ ഇട്ട് നിർത്തി കഴിഞ്ഞിട്ട് എനിക്ക് എവിടെയും പുറത്തു പോയിട്ട് നിൽക്കേണ്ട സാഹചര്യം. അപ്പോൾ അമ്മയ്ക്കുണ്ടായ ഫീലിംഗ് എന്തായിരുന്നു? 2 മരുമക്കളെയും ഒരേപോലെ സ്നേഹിക്കുന്ന സീതമ്മയ്ക്ക് 1000 ഉമ്മകൾ. അതായത് കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്ന ശേഷം അമ്മയ്ക്ക് അവരെ വിട്ടു നിൽക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്താ? വിഷമം ഉണ്ടായിരുന്നു. നിൽക്കേണ്ട സാഹചര്യം വന്നിരുന്നു. ഒരു 10, 16, 18 ദിവസത്തോളം ഞാൻ 20 ആശുപത്രിയിലായപ്പോഴും മരിച്ചിട്ടും പോയിട്ട് അങ്ങനെ. അപ്പൊ ഇവര് നിക്കണ്ടേ, ഞാനാണല്ലോ ഇവരെ നോക്കിയിരുന്നത്. കുളിപ്പിക്കേണ്ട കാര്യങ്ങളായാലും എല്ലാം ചെയ്യാനുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അപ്പൊ ഞാൻ ഇവിടെ ആളില്ലാണ്ട് പോയപ്പോൾ അവരെ വീട്ടിലായി. 5 മണിക്ക് പ്രസവിച്ചിട്ട് വീട്ടിലായിരുന്നു. കീത്തു തന്നെയായിരുന്നു. കീത്തുവിനെ അപ്പൊ ഒറ്റയ്ക്ക് ആക്കി പോണ്ടെന്നുള്ളൊരു ടെൻഷനും ഇതും ഉണ്ടായപ്പോ അപ്പൊ വീട്ടില് അമ്മയുടെ അടുത്തേക്ക് ആക്കിയിട്ടാണ് പോയത്. എന്നാലും എപ്പോഴും മനസ്സിലൊരു വിഷമം ഉണ്ടാവുമല്ലോ, അയ്യോ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഇത് വേണ്ടി വരുമല്ലോ എന്നുള്ളൊരു. പിള്ളേര് കുഞ്ഞിരുന്നല്ലേ? ആഗസ്റ്റിൽ പ്രസവിച്ചത്, സെപ്റ്റംബറില് ഡിസംബറിലാണ് മാമൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നയന സതീഷ് ആട്ടാ. ചില അമ്മായിയമ്മമാർ മരുമക്കളുടെ ഇഷ്ടങ്ങൾ അടിച്ചമർത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരോട് സീതമ്മയ്ക്ക് എന്താണ് പറയാറുള്ളത്? ലവ് യുവർ ഫാമിലി, എനിക്ക് ഇതുപോലെ ഒരു ഫാമിലി കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. അതെ, ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അത് നമ്മളെ 2 മക്കളെ പോലെ തന്നെ ഇവരും. അപ്പൊ എനിക്കൊരു മോള്, ഞാൻ ഇതിപ്പോ മരുമോളാണ് കണക്കാക്കി പറയുന്നത്. ആ നിലയ്ക്ക് എനിക്കൊരു മോളുണ്ടെങ്കിൽ ഞാൻ ആ മോളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? അതുപോലെ ഞാൻ എനിക്ക് എന്റെ മരുമക്കള് അവര് വന്നപ്പോ അവരെ ഞാൻ എന്റെ മക്കളായി കണക്കാക്കി. അപ്പൊ പിന്നെ എനിക്ക് അവരോട് അതേപോലെ മറ്റുള്ളവരും ചെയ്യണേന്നാണ് ഞാൻ പറയണത്. അപ്പൊ അതേപോലെ കണക്കാക്കി കൂടെ. അതെ, അതിലൊക്കെ പറയാനുള്ള അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെടുത്തിട്ട് അവനും കൊണ്ട് വന്നു തോളിട്ടൊക്കെ. അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാ. അതായത് ഇപ്പൊ അച്ഛൻ എന്തെങ്കിലും വേണ്ടാണ്ടെങ്കിൽ അമ്മ അച്ഛനോട് പറയാം, അതെന്താ അങ്ങനെ, അത് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ വീഡിയോ എടുക്കേണ്ട കാര്യമായാൽ പോലും വീഡിയോ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഒരു കണ്ടന്റ് അമ്മ കാണുകയാണെങ്കിൽ അമ്മ കണ്ടന്റ് നിങ്ങൾക്ക് ആ വീഡിയോ എടുക്കായിരുന്നു, എന്ത് വീഡിയോ എടുക്കാത്തത്, അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതൊരു നിങ്ങൾക്കൊരു ഇതായാൽ ആരെങ്കിലും ഒരാൾക്കാർ ഏതെങ്കിലും ഒരു ലെവലിൽ ഒരു ഇത് ചെയ്തുകൂടെയെന്ന് ചോദിക്കാം. അത് നിങ്ങൾക്ക് വീഡിയോ എടുക്കായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് വരണം. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലൊക്കെ പ്രശ്നേ ഇല്ല. അല്ല, അമ്മയ്ക്ക് വൃത്തിയിലായിട്ടും നല്ല ഇതിലും രാവിലെ തുടങ്ങി ഞാൻ എപ്പോഴും പറയണെങ്കിൽ എത്ര പണിയുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും രാവിലെ കുളിച്ച് നിങ്ങളുടെ ഡ്രസ്സ് മാറി എന്നിട്ട് എന്ത് ഇതാണ് ചെയ്ത് വൃത്തി നടക്കാൻ ഏത് കാര്യത്തില് 2 പേരോടും ഞാൻ പറഞ്ഞു. അത് നടക്കണില്ല എന്നല്ല, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. രാവിലെ കുളിച്ച് പോകണമെങ്കിലും ഇവരോട് ഞാൻ പറയാം നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ പുതിയ ഡ്രസ് എടുത്തോ നിങ്ങള്, അതുള്ള നല്ലത് നോക്കിയിട്ട് പോകാനും പറയാം. ആരോടും ഒരു ഇതും എനിക്ക് അതിലൊരു വിഷമം. എനിക്ക് അങ്ങനെ നടക്കണോണ്ടൊന്നും വിഷമം. അത് നല്ല വൃത്തിയിലിടണം എന്ന് മാത്രമുള്ളൊരു
എല്ലാ കാര്യത്തിനും പ്രോത്സാഹനത്തിന്റെ കാര്യത്തിൽ അമ്മനെ വല്ലാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അമ്മയുടെ ശരിക്കുള്ള വീട് എവിടെയാണ്? ഇങ്ങോട്ട് വന്നിട്ട് എത്ര കാലമായി? അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം എന്താണ്? നമ്മുടെ ശരിക്കുള്ള വീട് എവിടെയാന്ന് പറയാം. എൻ്റെ വീട് മേത്തല, കൊടുങ്ങല്ലൂര്. ഞാൻ മേത്തലയിലാണ്. അത്താണി പറമ്പിക്കുളങ്ങര അമ്പലത്തിന്റെ അവിടെയായിരുന്നു എൻ്റെ തറവാട് വീട് സ്വന്തമായിട്ട് ഉണ്ടായത്. അവിടെ നിന്ന് ഇപ്പൊ തറവാട് വിറ്റുകായിട്ട് ഇവിടെ സായി സ്കൂളിന്റെ അവിടേക്ക് പോന്നിട്ടുണ്ട്. അവിടെയാണ്. അപ്പൊ ഇവിടെ എത്ര കാലമായി നമ്മള് ഇവിടെ വന്നിട്ട്? ഇപ്പൊ ഞാൻ വന്നിട്ട് 39 വർഷമായി. അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം എന്താ? അത് ഞാൻ ഇഷ്ടപ്പെട്ട് എന്റെ കല്യാണം കഴിച്ച വീട്ടിൽ ഞാൻ ഇഷ്ടപ്പെട്ട അവിടത്തേക്ക് തന്നെ ഞാൻ വന്നത്. എന്റെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീട് അതാണ് എനിക്ക് ഏറ്റവും അതെ. മെയ്ഡ് ഫോർ ഈച്ച് അതേഴ്സ് ആയിട്ട് എങ്ങനെ ജീവിക്കുന്നു? ചേച്ചിമാർ രണ്ടാളും വഴക്കുണ്ടാക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ നല്ല സിസ്റ്റേഴ്സ് ആണോ? എല്ലാവർക്കുള്ള സംശയം. ഒരു സംശയമില്ല. അതിപ്പോ ഞങ്ങളിപ്പോ വീഡിയോയിൽ പറയണത് കൂടാണ്ട് ഞങ്ങളെ കുടുംബക്കാർക്കും അറിയാം. പിന്നെ നമ്മൾ ഏറ്റവും വലുത് നമ്മളെ ചുറ്റുവട്ടമുള്ളതെന്ന് അറിയില്ലേ, ആ ചുറ്റുവട്ടമുള്ളവർക്കും അറിയാം. ഇവര് ഞങ്ങളെ കുടുംബത്തിൽ തന്നെ ഈ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും ഒരേപോലെയാണ്. വെച്ചാൽ ഒരൊട്ടും ഇതായിട്ടില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായാലും ഇപ്പൊ ചേട്ടനനിയനാണ്, അച്ഛനമ്മയാണ്, അനിയത്തിമാര്, ചേട്ടത്തി അനിയത്തിയുണ്ട്, ചേട്ടനും അനിയത്തി, ചേട്ടനനിയൻ, അങ്ങനെ ഒരാളും ഇന്നേ വരെ. ഇത്രയും നല്ല മരുമക്കളെ കിട്ടിയതിലുണ്ടായ സന്തോഷം, പിന്നെ രണ്ടുപേരും ഒന്നിച്ച് പ്രഗ്നന്റ് ആയപ്പോൾ ഉള്ള റിയാക്ഷൻ. അതിപ്പോ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് ഉണ്ടായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് കുറച്ച് നാള് വൈകി എന്ന് പറയുമ്പോ അവരെ ഞാൻ കുറ്റം പറയില്ല. ഞാൻ 2 വർഷത്താരായപ്പോഴാണ് ഞാനും എൻ്റെ മക്കളെ പ്രഗ്നന്റ് ആയത്. അതേപോലെ തന്നെ ഇവരും അങ്ങനെ. അതിനുശേഷം ആയിപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ 2 ആള് പോയെന്ന് പറഞ്ഞാല് ഒരാൾക്ക് എന്തായാലും ചെയ്തു കൊടുക്കണം. ആദ്യം പ്രഗ്നന്റ് ആയപ്പോ അയാൾക്കും ഞങ്ങൾ ഇവിടെ വരെ ഞാൻ ഒരു കാര്യവും അവരെ കൊണ്ട് ചെയ്തിട്ടില്ല. അതേപോലെ 2ാമത്തെ ആളും ആയപ്പോഴും അങ്ങനെ. പിന്നെ അബോർഷനായി പോയിട്ട് പിന്നെ അങ്ങനെ ഞാൻ ഈ 2 പേർക്കും 2 പ്രാവശ്യം. ഇപ്പൊ ഒരാൾക്ക് 2 കുട്ടികളായി, അങ്ങനെ ആയിട്ടും മൂത്തവൾക്ക് 2 പ്രസവം വന്നപ്പോഴും ഞാനൊന്നും ഒരു ഇതുവരെ ചെയ്തിട്ടില്ല. എടുത്ത് കഴിക്കാൻ പാടുണ്ടല്ലോ, വെച്ച് കഴിക്കാനും അങ്ങനെ എനിക്ക് പറ്റാത്തൊരു വയ്യാഴിയുടെ അവർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനൊന്നും കുമ്പിട്ട് നീർന്നിപ്പിച്ചിട്ടുമില്ല. അവരോട് വെച്ച് വേവിച്ചിട്ട് എടുത്ത് കഴിക്കാത്തതിന് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 മരുമക്കളും പ്രഗ്നന്റ് അമ്മ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അമ്മക്കൊണ്ട് അമ്മ വരച്ചിട്ടുണ്ട്. കാരണം അന്ന് പാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേര് പൊന്നെ 2 പേരെ നോക്കാൻ വേണ്ടിട്ട് നല്ലോണം പണിപെട്ടിട്ടുണ്ട്. അമ്മ എനിക്ക് തോന്നണ അത്രയും സന്തോഷം നാളെ ഉണ്ടാവില്ല. ഞാനായാലും മഞ്ജു ആയാലും പ്രഗ്നന്റ് ആയി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 3 ആൺകുട്ടികൾ ഉണ്ടായപ്പോ അമ്മയുടെ സന്തോഷം. കാരണം അമ്മയ്ക്ക് പാറുണ്ടായതിനു ശേഷം ഉണ്ടാവുന്ന പിള്ളേരെ ആൺകുട്ടികളാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇത് പ്രസവിച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ആൺകുട്ടികൾ. ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയ്ക്ക്. പിന്നെന്താണ്, സീതമ്മയ്ക്ക്, അതായത് ഒരു 8 ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ASGGG 7440. സീതമ്മയ്ക്ക് അച്ഛൻ്റെ, ഒത്തിരി സ്പീഡായിട്ട് പറഞ്ഞിട്ടമ്മ, സീതമ്മയ്ക്ക് അച്ഛൻ്റെ കൂടെയുള്ള ഏറ്റവും നല്ല മെമ്മറി, ഏറ്റവും നല്ല ഒരു ഓർമ്മ അച്ഛനായിട്ടുള്ള അതാ ഏറ്റവും നല്ല ഓർമ്മ എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ഞങ്ങള് ചോറ്റാനിക്കര അമ്പലത്തിലാണ് ഞങ്ങൾ പോയത്. അത് കൊറേ അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പോയത് ചോറ്റാനിക്കര അമ്പലത്തിലാണ് ഞങ്ങൾ പോയത്. അത് നല്ല ഓർമ്മ. പിന്നെ ഞാൻ എൻ്റെ മൂത്ത മോനെ ഗർഭിണിയായിരിക്കുമ്പോൾ 9ാം മാസം ആവാനായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ 2 ആളും തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോയിട്ടുണ്ട്. അതും എനിക്ക് നല്ല ഓർമ്മയിലാണ്. ഓക്കെ. 4 പേരക്കുട്ടികളിൽ ആർക്കാണ് കൂടുതൽ നോട്ടിനെസ്, ഇച്ചിരി കുറുമ്പുള്ളത് ആർക്കാണ്? കുറുമ്പ് കാശിക്കാണ് അമ്മ, വാശി അല്ലൂനാണ് അല്ലേ? അങ്ങനല്ലേ? വേറൊരു പുന്നാരി ചോമനി വല്യമ്മ അച്ഛമ്മ എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ
ഒരു സാധനം ഇങ്ങനെ വളർന്നു വലുതുണ്ട് കുറുമ്പൻ. അക്രമകാരനാണ്. അവൻ അക്രമിയാണ്, അതുകൊണ്ടാണ് അവൻ ആ കുറുമ്പാണ് അവന്റെ. അഞ്ചു ഇന്നലെ കമന്റ് വായിച്ചിരിക്കുന്നേ, ഈ വീട്ടിലെ ഏറ്റവും ഭാഗ്യമുള്ള 2 കുട്ടികൾ പാറും അയിനും. കാരണം പാറുമോൾക്ക് അയിനോടാണ് കൂടുതൽ സ്നേഹം കിട്ടുന്നത്. അതായത് 2 വർഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ 2 ചേട്ടന്മാരിൽ ആരാണ് കൂടുതൽ പാവം, അവരുടെ ക്വാളിറ്റീസ്. അത് ആരെയാണ് നമുക്ക് ഭയങ്കര പാവമായ അതൊരു ഡൗട്ടില്ല, നിരീക്ഷായിട്ടാണ്. അത് രണ്ടാളെയും സ്വഭാവത്തിന്റെ രീതി എങ്ങനെയാണ്. ഗില്ലിന് ദേഷ്യം വരണം എന്നുള്ളതാണ്. ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊക്കെ പോയി. കാശ്മീരാണ് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന 2 ചേച്ചിമാരുടെ കുട്ടി, അതായത് ഞങ്ങളുടെ 2 പേരെയും കൂടെ ഉള്ള നല്ല നല്ല ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഓർമ്മ അമ്മയ്ക്ക് എന്താ? എനിക്ക് ഗീതുന്റെ കുട്ടി 2 കുട്ടികളാണെന്ന് പറഞ്ഞതാണ് ഫസ്റ്റിലത്തെ ഇത് കഴിഞ്ഞപ്പോ. അഞ്ജുവിന്റെ ഇപ്പൊ അവള് ആദ്യത്തെ ഇത് പോയതിന് ശേഷം കുട്ടി ഉണ്ടായപ്പോള് നമുക്ക് അത് ആണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത്. ചേട്ടന്മാരിൽ ആരാണ് ചെറുപ്പത്തിൽ അമ്മയെ കൂടുതൽ ചുറ്റിപ്പിച്ചിട്ടുള്ളത്? അത് നിഖിലാണ്. എന്താന്ന് വെച്ചാല് അവനാണ് ഭയങ്കരമായിട്ട് കൂടുതലും ഇതായിട്ടുണ്ടായത്. പിന്നെ വെച്ചിട്ടുണ്ടമ്മ ജസീനെന്നാണ് ആരുടെ പ്രഗ്നൻസി ടൈമിലായിരുന്നു കൂടുതൽ എക്സൈറ്റ്മെന്റ് ആൻഡ് ടെൻഷൻ ഉണ്ടായിരുന്നത്? കുട്ടു ചോദിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കീർത്തിയായിരിക്കും. അതിപ്പോ ഞാനും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ പ്രഗ്നൻസി ആലോചിച്ച് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫുൾ അവളുടെ കാര്യം വെച്ചിട്ടായിരുന്നു. നമുക്ക് എന്താ പറയാ, അറിയാലോ ട്വിൻ ബേബീസ് ആണ്. അപ്പം എന്താണ് 8ാം മാസമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് പിന്നെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ഒന്നല്ല, ബട്ട് ഈ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. എന്തോ ഒരു പ്രത്യേക മഞ്ഞ ഐശ്വര്യം അമ്മ ഉമ്മ കൊടുത്തിട്ടുള്ളത്. അതെ. അപ്പൊ കണ്ടില്ലേ, രാവിലെ എഴുന്നേക്കുന്നു, കുളിക്കുന്നു, വട്ടപ്പൊട്ട് ചന്ദനം മസ്റ്റ്. ഇത്തിരിയെങ്കിലും നേരം 5 മണിക്ക് കുളിച്ചിരുന്നതാണ്. അതെ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ എന്താണ്, ഞാൻ 5 മണിക്ക് താഴെ ഇറങ്ങി വരുമ്പോൾ അമ്മയുടെ കൂലിയൊക്കെ കഴിഞ്ഞ് അമ്മ പേര് തുടക്കുന്നുണ്ടാവും. എത്ര മണിക്ക്? 5 മണിക്ക് എല്ലാം കഴിഞ്ഞിട്ട് പേര് തുടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മയ്ക്ക് ഇതുവരെ നടക്കാത്ത എന്തെങ്കിലും സ്വപ്നം, ആഗ്രഹം ഉണ്ടോ? ശില്പ ചിപ്പു എന്താ വെച്ചാ അത്? ഓ അമ്മയെ മോളെ ഇതേ അങ്ങനെയല്ലാതെ വിളിക്കുകയില്ല. മോളെ അങ്ങനെ വിളിക്കുക. അങ്ങനെയാണോ ഇപ്പൊ നിങ്ങളെ കേക്കണ അങ്ങനെ വിളിക്കാതെ അല്ലെങ്കിൽ മോളെ അങ്ങനെ വിളിച്ചിരുന്നുള്ളൂ. എല്ലാവരും ചോദിച്ചു ആരും നിന്റെ മോളെ എവിടെയെന്ന് ചോദിക്കുള്ളൂ. സഹായിക്കുമ്പോ ചേച്ചിയുടെ അടക്കാച്ച മോളെ മിനിയെ വിളിക്കുള്ളൂ. അമ്മക്ക് നടക്കാത്ത സ്വപ്നം പറയേ. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇനി നമുക്ക് പോണം ഒരാഗ്രഹമുണ്ട്. മൂന്നാറിൽ പോകാൻ ഒരാഗ്രഹമുണ്ട്. അതെനിക്കൊരാഗ്രഹമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ സുനില ചോദിച്ചിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അമ്മേനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന മരുമകൾ ആരാണ്? എനിക്ക് അഞ്ജുവിനാണ് തോന്നുന്നത്. മനസ്സിലായി. അങ്ങനെയില്ല, അവരെ കൈ ഒഴിയണ സമയം നോക്കും. 5 രാവിലെ തന്നെ നമ്മള് ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ ഞാൻ 5 ഒപ്പം എനിക്ക് വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കില് ഇപ്പൊ പിള്ളേരെ സൗകര്യം പോലെയാണ് ഇപ്പൊ കീത്തുവാണെങ്കില് കീത്തുന്റെ കൈ ഒഴിഞ്ഞിരിക്കുന്ന ഫോണില് വേറെ വർക്ക് ഇല്ലെങ്കിൽ അവള് പോയി ചെയ്യും. എനിക്ക് രാവിലെ എത്തിട്ട് എന്തായാലും അമ്മേനെ അഞ്ജുനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. ആരെ കൈയാണ് ആരെയും പറയാനും പറ്റൂല. ഇപ്പൊ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെന്ന്. ആളില്ലാത്തപ്പോഴാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ ഓരോരുത്തരോരുത്തരോട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ രജനി ചോദിച്ചിട്ടുണ്ട്, 2 പെൺമക്കൾക്കും കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? സീതമ്മ അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ 2 പേർക്കും? അപ്പൊ അഞ്ജുന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ബീഫും അത് 2 ഇഷ്ടം. എന്റെ ബീഫ് കറി അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ മുട്ടപ്പത്തിരിയും അത് പാലൊഴിച്ച് അഞ്ജുന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കേത്തു മുട്ടപ്പത്തിരി കഴിക്കില്ല. ആള് നൂലപ്പോണെന്നുണ്ടെങ്കിൽ ആളായാലും പിന്നേലും കഴിക്കും. എന്നാലും ദോശ പിന്നെ ഇഷ്ടമാണ് ആൾക്ക്. ബീഫും കൂട്ടിയൊക്കെ തിന്നാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ചിക്കനൊക്കെ കൂട്ടി തിന്നാൻ അത് തിന്നും. അങ്ങനെയൊക്കെ വെള്ളത്തിൽ കളിക്കും. സാധാരണ വീട്ടിൽ മരുമക്കൾ ഉള്ളപ്പോൾ അമ്മയ്ക്ക് റെസ്റ്റ് കിട്ടും. ബട്ട് ഈ അമ്മ ഓൾ ഇൻ ഓൾ ആണ്, എപ്പോഴും പണി തന്നെ. ഇത് എങ്ങനെ പറ്റുന്നമ്മ?
അമ്മയ്ക്ക് എപ്പോഴും ജോലി ചെയ്യുന്നതാണോ ഇഷ്ടം? ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയ നിങ്ങളും എങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ള മരുമക്കളെ കിട്ടിയ അമ്മയും ലക്കിയാണ്. എല്ലാവരെയും ഒത്തിരി ഇഷ്ടം. എനിക്കാണെങ്കിൽ ഉള്ള ജോലി വേഗം കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം ഇരിക്കാൻ, അല്ലാണ്ട് പാപ്പായിട്ട് ചെയ്യാൻ അങ്ങനെ ഇഷ്ടമില്ല. ഉള്ള ജോലി നേരത്തെ കഴിച്ചു കഴിഞ്ഞിട്ട് ആയാലും നമുക്ക് ഇരിക്കാം. കൊറേ നേരം വർത്താനം പറഞ്ഞിട്ട് പിന്നെ പോയി ജോലി ചെയ്യാനോ അങ്ങനെ എന്റെ ഉള്ള ജോലി വേഗം കഴിച്ചു ഞങ്ങൾ അടുക്കള പൂട്ടി അലക്ക് കഴിഞ്ഞ് എല്ലാ പണിയും 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇരിക്കും. 4:30 വരെ വെറുതെ ഇരിക്കും ഞങ്ങള്. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുട്ടികൾ വന്ന സമയത്താണ് നമുക്ക് ഒരു ജോലി ചെയ്യാൻ പോലും അവസ്ഥ ഇല്ലാണ്ട് നമുക്ക് സഹായത്തിന് ഒരാളെ വെക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പൊ അമ്മയ്ക്ക് എപ്പോഴും ജോലി ചെയ്യുന്നതാണോ ഇഷ്ടം? അമ്മ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ ആണെങ്കിൽ ഈ കാണുന്ന പോളിച്ചുള്ളൂ, ഒന്നുമില്ല. അതായത് കണ്ടൽ വേദന, മുട്ടുവേദന, അങ്ങനത്തെ സകലമായ വയ്യായികൾ അമ്മയ്ക്ക് ഉണ്ട്. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ ഇവിടെ ആരോഗ്യം വില്ലനായിട്ട് നിൽക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കുട്ടി ചോദിച്ചിട്ടുണ്ട്. അമ്മയുടെ വയസ്സ് ചോദിച്ചിട്ടുണ്ട്. അമ്മ വാട്ട് ഈസ് ഏജ്? അമ്മയുടെ വയസ്സ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ 56-ാമത്തെ വയസ്സാണ്. നിഖിൽ ചേട്ടന് ഇവരിൽ ആർക്കാണ് കൂടുതൽ മെച്യൂരിറ്റി ആൻഡ് കെയറിങ്? നിഖിലേട്ടനാണോ മെച്യൂരിറ്റിയും കെയറിങ് ഉള്ളത്? നിഖിൽ ചേട്ടൻ ഓളായിട്ട് ഇച്ചിരി പക്വതയുള്ളതായിട്ട് നമുക്ക് തോന്നി. അതിപ്പോ കൂടുതലും തോന്നുന്ന നിഖില്. അത് വെച്ചാൽ നിഖിലിനും രണ്ടാൾക്കും ഉണ്ട്. പക്ഷെ നിഖില് ഇത്തിരി അങ്ങനെ ആദ്യമേ നേരത്തെ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് പറയും. മറ്റെല്ലാം നിധി എന്ന് പറഞ്ഞാൽ സമയം ഉണ്ടല്ലോ നമുക്ക്, അങ്ങനെ പറയുള്ളൂ. അത് നമുക്ക് നടക്കും, അതൊക്കെ നടക്കും എന്നുള്ളൂ. എന്ത് കാര്യം പറയുമ്പോ അത് നടക്കും, സമയമുണ്ട്, നമുക്ക് ചെയ്യാം എന്ന് പറയും. നിഖില് അങ്ങനെയല്ല. അടുത്തോട്ടാ, മക്കളിൽ ആർക്കാണ് ദേഷ്യം കൂടുതൽ? മക്കളിലും ചോദിച്ചിട്ടുണ്ട്, മരുമക്കളിലും ചോദിച്ചിട്ടുണ്ട്. മക്കളിൽ ആർക്കാണ് ദേഷ്യം കൂടുതൽ? മരുമക്കളിൽ ആർക്കാണ് ദേഷ്യം കൂടുതൽ? പിള്ളേരൊക്കെ പെട്ടെന്ന് എനിക്ക് ഹൈപ്പാവും ഞാൻ. പിന്നെ മരുമക്കളിൽ കൂടുതൽ പണിയെടുക്കുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാണത്. പക്ഷെ ഇപ്പൊ അത് പറയാനും പറ്റൂല. അതെ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ലവ് സ്റ്റോറി എപ്പോഴിടുന്നത്? ഓൾറെഡി ഞാൻ ട്വിൻസ്റ്റേഴ്സിൽ അച്ഛൻ്റെ അമ്മയുടെ ലവ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങളൊന്ന് താഴേക്ക് നോക്കൂ. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ലവ് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. മരുമക്കളിൽ പെട്ടെന്ന് സങ്കടം വരുന്നതായിരിക്കണം. ഇരിക്കുന്നത് സങ്കട കുഞ്ചു, അതൊക്കെ കേൾക്കുന്നത്. ഓക്കെ, അടുത്ത ചോദിച്ചു കേട്ടോ. കൊറേ അമ്മയുടെ ബ്യൂട്ടി ട്രിക്സ് പറയോ? കാലത്തിന്റെ കുളിക്ക പൊട്ടോളെ കണ്ണീര് തലമുടി ഇങ്ങനെ കെട്ടിവെക്കിയതാണ് ബ്യൂട്ടി ട്രിക്സ്. അതെല്ലാം കെട്ടിട്ട് തലമുടി കഴിക്കുന്നപ്പോഴാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അമ്മയുടെ മുഖത്ത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് ഇപ്പൊ ഞാനമ്മ ഇപ്പൊ പറതി പോയിട്ട് ഞാനമ്മയെ പറതി പോയിട്ട് ഒരേ സാധനം ഒരേ ബ്ലീച്ച് ഇട്ട് നോക്കി അമ്മയുടെ മുകളെ സീയപ്പലിട്ട് പിന്നെ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള സ്കിന്നാണ്. അതായത് ഒരു കുരു ഒന്നുമില്ല. കുരു വരുന്ന പോലെ തോന്നുന്നു, അല്ലാണ്ട് എന്തൊക്കെയൊരു കുരു പോലും ഇല്ല. അതെന്റെ ഇളയമരം മാണില്ലേ എന്നോട് പറയുമായിരുന്നു, നിന്റെ മുഖത്ത് ഒരു കുരു പോലും ഇല്ലല്ലോ ആ കാലത്ത്. അതിന് എല്ലാവരും ചോദിച്ചിരിക്കും ഞങ്ങളെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും കൂടി ഒരു ഉത്തരം. ഓക്കെ, അമ്മ ചോദിച്ചിട്ടുണ്ട് നോക്കട്ടാ. തമ്മില ചോദിച്ചിട്ടുള്ളത് ഒരു അഭിപ്രായം ഉണ്ട്. അഞ്ചു ചേച്ചിക്കും കീത്തു ചേച്ചിക്കും സണ്ട വരുമ്പോ എപ്പടി സണ്ട വന്നത് യാറ്? ഓക്കെ, അഞ്ചു ചേച്ചിയും കീത്തു ചേച്ചിയും അടിപീട് കൂടുമ്പോൾ ആരാണ് സണ്ടയ്ക്ക് മീൻസ് തല്ലൂട്ടത്തിന് കാരണമാവുക? അതിന് ശേഷം ഓടാറില്ലാത്തോണ്ട് പിന്നെ ഒരു അമ്മു രാജു ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ അമ്മയോട് ഞങ്ങൾക്ക് എന്ത് ചോദിക്കാനുള്ളത്? കണ്ടന്റ് ഉണ്ടാക്കാൻ പെടുന്ന ഓരോ പാട്, അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഈ Q&A പോലെ കണ്ടന്റ് ആണ്. നിങ്ങൾ ചോദിക്കാനില്ലാത്ത ആൾക്കാർ ചോദിക്കണ്ട. കണ്ടന്റ് Q&A എത്ര പേര് ചെയ്യുന്നുണ്ട് കണ്ടന്റ് ആയിട്ട്? അതൊരു കണ്ടന്റ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ എല്ലാ വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കമന്റെങ്കിലും അമ്മേനെ പറ്റിയിട്ടുള്ള കമന്റ് എന്തായാലും ഉണ്ടാവും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അമ്മേനെ ഇരുത്തിയിട്ട് ഈ ഒരു Q&A എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചോദിക്കാനില്ലെങ്കിലും ഈ ഒരു കമന്റ് ബോക്സിൽ 135-140 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അമ്മേനോട് ആൻസർ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യണം.
ചോദിച്ചിട്ടുണ്ട്, ഇവർ രണ്ടുപേരും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണോ വീട്ടിലും? പിണക്കം വല്ലതും ഉണ്ടാകാറുണ്ടോ? എല്ലാവർക്കും ഡൗട്ടാണ് അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടാക്കാണ്ട് ഒന്നുമില്ല. വീട്ടിലെ പണികളെല്ലാം കൂടുതലും അമ്മ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? രണ്ടുപേരും തമ്മിൽ കുക്ക് ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ പറയട്ടെ, അതിൽ ഈ ഒരു സംഭവം ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് വന്നിരുന്നത് പ്രഗ്നന്റ് ആയിരുന്ന ഒരു സമയത്ത് ഭയങ്കരമായിരുന്നു കമന്റ് ബോക്സിൽ. കാരണം ആ സമയത്ത് അമ്മ തന്നെയായിരുന്നു, ഫുൾ അമ്മ തന്നെയായിരുന്നു. ഇപ്പം നമുക്കിപ്പം എന്താണ് ഇപ്പഴെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർക്കാണോ ഫ്രീ ആയിട്ടുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാൻ സമയം ഇല്ല നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് അച്ഛന്റെ 2 പേരെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് മുറ്റത്ത് ഫുള്ള്. ഏറ്റവും കൂടുതൽ അറിയേണ്ട ക്വസ്റ്റ്യൻസ്, അമ്മയ്ക്ക് ഏത് മരുമക്കളാണ് കൂടുതൽ ഇഷ്ടം, ഏത് മരുമക്കളാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, പിന്നെ രണ്ടുപേരുടെയും പോസിറ്റീവ് ബാഡ് ക്വാളിറ്റി, ഇതാണ് കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെ പ്രത്യേകതയായിട്ടില്ല. 2 മക്കള് വന്നതിൽ 2 മക്കളും കൂടി കൂടുതൽ വന്നു. അപ്പൊ രണ്ടുപേരും ഒരേപോലെ ഞാൻ 2 മാമക്കളെ ഞാൻ എങ്ങനെ സ്നേഹിച്ചത് അതേപോലെ 2 മരുമക്കളെ സ്നേഹിക്കും. അപ്പൊ പ്രത്യേകതയായിട്ട് എനിക്ക് ആരാരേ ഇല്ല. 4 പേരെ കുട്ടികളെ കിട്ടിയതിൽ സീതമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷമല്ലോ, ഏറ്റവും കൂടുതൽ സന്തോഷമാണ് അത് ഉണ്ടാവുക. ഒരാളെ ഒറ്റയടിക്ക് 2 കിട്ടി. പിന്നെ സ്വീറ്റ് ചോദിച്ചിട്ടുണ്ട്, ഈ ചിരിക്ക് പിന്നിലെ രഹസ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ ചിരി ചിരിക്ക് പിന്നിലെ രഹസ്യം അച്ഛനും അല്ല, നമ്മൾക്ക് ഒരാൾക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റും, നമ്മുടെ വീട്ടില് സമാധാനം ഉണ്ടാവും. ഡയലോഗ് അത് ശരിയാണ്. അങ്ങനെ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും പറ്റില്ല. അമ്മ ഫേസ് പാക്ക് പറയാൻ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇടുന്ന ഫേസ് പാക്ക് ഒക്കെ ഞങ്ങൾ അമ്മയ്ക്ക് ഇട്ടു. അതുവരെ അമ്മയ്ക്ക് ഒരു ഫേസ് പാക്ക് അതിപ്പോ ഞങ്ങൾ വന്നിട്ട് കേട്ടോ അമ്മക്ക് അങ്ങനൊക്കെ. എന്താ പ്രശ്നം? അമ്മയ്ക്കൊരു വിഷമം വന്നാൽ ഷെയർ ചെയ്യാൻ പറ്റിയ മരുമകൾ ആരാണ്? അതായത് അമ്മ പറയാനല്ലേ പറയണത്. അങ്ങനെ വിഷമിക്കേണ്ടതായ കാലഘട്ടം അങ്ങനെ ഒന്നും വന്നിട്ടില്ല, ഒന്നും വേണ്ട ഇതായിട്ട്. പിന്നെ അപ്പൊ 2 പേരോട് ഞാൻ പറയും, ഒരാളോട് മാത്രമായിട്ട് ഒരു കാര്യം ഇതേവരെ സംസാരിച്ചിട്ടില്ല. ഒരാളോട് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അയാൾ വരുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞു ഞാൻ എന്താണ് അങ്ങനെയുള്ള അത് വേറൊരു തരത്തിലായിട്ടുള്ളൊരു വിഷമം വന്നിട്ടില്ല. അങ്ങനെ പറയണ്ട. അതോ ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് എന്ത് കാര്യം ഒറ്റയ്ക്കായിട്ടിരുന്നത്. അവളെ കേൾക്കാണ്ട് ഇവളോട് പറയും, ഇവളെ കേൾക്കാണ്ട് അങ്ങനെ ഒരു ഇത് ഞങ്ങൾ വീട്ടിലില്ല. 2 ആൾ ഇരിക്കുമ്പോൾ ഇന്ന കാര്യം കണ്ടിട്ട് എന്നതാണ് അങ്ങനെ പറയുള്ളൂ. പിന്നെ അമ്മയ്ക്ക് വേറൊരു സംഭവം, അമ്മയ്ക്ക് ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞി വിഷമങ്ങളായാലും കുഞ്ഞു കുഞ്ഞു പരാധീനതകളാണെങ്കിലും അമ്മ അത് ഞങ്ങളടുത്ത് കാണിക്കാറില്ല. അമ്മ അത് അച്ഛൻ്റെ അടുത്ത് പ്രകടിപ്പിക്കാറുള്ളൂ. പിന്നെ എനിക്ക് സ്വയം ഞാൻ തന്നെ അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളല്ല ഏട്ടാ. അങ്ങനെ എന്തെങ്കിലും എനിക്ക് എന്റെ സങ്കടങ്ങൾ മെയിനായിട്ട് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ വീട്ടില് അവരോരോ ആങ്ങളമാരും ഓർത്തൊരു സങ്കടമുള്ളൂ. അത് വരും കരയും ഒറ്റയ്ക്ക് ഇരുന്ന് കരയുള്ളൂ. അല്ലാണ്ട് പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കേണ്ട കേസായാലും പിടിക്കേണ്ട കേസായാലും ഞങ്ങൾ 2 പേരും കൊണ്ടുപോയിട്ട് അപ്പൊ വായിക്കുള്ളൂ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു സംഭവം ഇവരോട് ചോദിക്കുന്നത് പോലെ മേടിച്ചാ പോരെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം കിട്ടാൻ. അല്ലെങ്കിൽ അമ്മ അല്ല ഞങ്ങളുടെ മാത്രല്ല ഇവിടെ അച്ഛനാണ്, അല്ല 2 പേർക്ക് അതെന്ത് കാര്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഇത് ഇവരോട് പറഞ്ഞിട്ട് ഇവരോടും കൂടി ആലോചിച്ചിട്ട് ചെയ്യാറുള്ളൂ. അതിൽ തന്നെ ഉണ്ട് കേട്ടോ. സർപ്രൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ മേടിക്കുക അങ്ങനെ ചെയ്യുള്ളൂ. അഞ്ചു ചേച്ചിക്കാണ് അമ്മയോട് കൂടുതൽ അടുപ്പമുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്രീ ആവുമ്പോൾ അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും കണ്ടിട്ടുണ്ട്. കീത്തുവിന് പ്രത്യേകിച്ച് ആരോടൊരു അടുപ്പോ ഇല്ലാത്ത ടൈപ്പാണ്. അല്ല, അവർക്ക് അമ്മനോട് മാത്രം അതൊക്കെ കാണിക്കാൻ അറിയുള്ളൂ എന്ന് തോന്നി. അങ്ങനെ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? സത്യമായിട്ട് ഞാൻ ഈ കമന്റ് ഇപ്പൊ വായിക്കാൻ കാര്യം എന്താണെന്നറിയോ, അത് റീസെന്റ് ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസിൽ ഇങ്ങനത്തെ കമന്റ്സ് കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയല്ല. അതായത് ഇപ്പൊ എന്റെ വീഡിയോയിൽ ഞാനാണ് എന്റെ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലും എന്റെയും അങ്ങനത്തെ ഫോക്കസ് ചെയ്തിട്ടല്ലേ എടുക്കുള്ളൂ. ഇപ്പൊ കീത്തുന്റെ വീഡിയോസ് എടുക്കുമ്പോൾ കീത്തു പ്രത്യേകിച്ച് അങ്ങനെ നോക്കുള്ളൂ. ഇപ്പൊ അമ്മനെ ഹെൽപ്പ് ചെയ്യേണ്ട കേസ് നേരത്തെ പറഞ്ഞ പോലെ ആരാണോ ഫ്രീ ആയിട്ടുള്ളത് അങ്ങനെ എനിക്ക് അച്ഛനോടാണ് കൂടുതൽ ഇഷ്ടം, അമ്മയ്ക്ക് അഞ്ചിനോടാണ് തന്നെ കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതായത് 2 പേർക്കും ഒരേപോലത്തെ ഒരു സംഭവമാണ്. ഞങ്ങൾ എല്ലാം പറയാറുണ്ട്, ഞാൻ തിന്നതും മുള്ളിയതൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഞാനൊരു കമന്റ് വായിക്കാൻ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ്. ഓക്കെ,
എനിക്കൊരു ഹായ് പറയുമോ സീതമ്മേ? ടീന ഫെബി ഹായ്. പിന്നെ അമ്മയുടെ യഥാർത്ഥ പേര്, സീതയുടെ യഥാർത്ഥ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീദേവി. സീതമ്മയ്ക്ക് ഒരു ടൂർ പോകുന്നുണ്ടെങ്കിൽ എവിടേക്ക് പോകാനാണ് ആഗ്രഹം? ഇപ്പൊ നമ്മളിപ്പോ മൂന്നാർ പോകാനാണ് ആഗ്രഹമുള്ളത് പറഞ്ഞത്. പിന്നെ സീതമ്മ പൊളിയാണ്. സീതമ്മക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? സീതമ്മക്ക് ചേച്ചിമാരും കുഞ്ഞുങ്ങളും പോകുമ്പോ മിസ് ചെയ്യാറുണ്ടോ? മരുമക്കളിൽ ആരാണ്? അതെനിക്ക് പറയേ വേണ്ട. കല്യാണം കഴിച്ചോണ്ട് വന്നിട്ട് ഇവര് പോയി വീട്ടിലേക്ക് പോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുണ്ടായി, പിള്ളേര് അതിന് ശേഷം പറയാൻ ഇവിടെ ഇരുന്ന് കരയുമ്പോ ഇപ്രാവശ്യം കൂടി കഴിഞ്ഞത് പോയിട്ട് ഞാൻ കരഞ്ഞ്. അതെ, ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ വീട്ടില് എന്നോട് എല്ലാവരും ചോദിക്കും, പിള്ളേര് പോയി ഭയങ്കര ഒരു മൂകത. അതായത് അയ്യോ, അത് ഭയങ്കര പറയാൻ പറ്റില്ല. കാരണം ഏത് ടൈമും ലഹളിയായിട്ട് ഇരുന്നിട്ട് അതിന്റെ ഇടയിൽ പിള്ളേര് പോയി കഴിഞ്ഞാൽ ഭയങ്കര, അച്ഛൻ പറഞ്ഞായിരുന്നു വിഷുവിന്റെ അമ്മ ഭയങ്കര ഇത് കരഞ്ഞിട്ട് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എന്നുള്ളത്. എന്തിനാണ് അമ്മ കരയുന്നത്? ഞങ്ങൾ അമ്മയുടെ കൂടെ തന്നെയില്ലേ. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഓണത്തിന് വിഷുവിനെ അങ്ങാണ്ട് പോയിട്ട് അമ്മ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നത് ഫസ്റ്റത്തെ കല്യാണം കഴിഞ്ഞ സമയത്ത്. അങ്ങനെ അമ്മയുടെ നിറഞ്ഞ പുഞ്ചിരിയുടെ രഹസ്യം സന്തോഷം. അല്ല, അത് നേരത്തെ പറഞ്ഞാണല്ലോ ഞാൻ ഈ ചോദ്യം തന്നെ. അത് തന്നെയാന്ന് പറഞ്ഞത്, നമ്മുടെ കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എനിക്ക് ഏത് നേരവും എനിക്ക് അങ്ങനെ മൂകതയായിട്ട് കാണിച്ചിരിക്കാൻ അറിയില്ല. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക, അവരോട് പറയും, സംസാരിക്കാൻ ചിരിച്ചോണ്ടിരുന്ന ഇരിക്കുള്ളൂ. അത് പോയി കഴിയുമ്പോൾ മനസ്സിൽ വല്ല വിഷമം ഉണ്ടെങ്കിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ പറയാറില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം തോന്നുകയാണെങ്കിൽ അത് കുടുംബപരമായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള കാര്യത്തിൽ നിന്നൊരു വിഷമമില്ല. അല്ലാണ്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ ആകെ സങ്കടം വരാൻ എൻ്റെ ആ സഹോദരങ്ങളോട് ഓർത്തിട്ടാണ്. അമ്മ എത്ര മണിക്ക് കഴിഞ്ഞിട്ട് രാവിലെ വീട്ടിലെ പണികൾ തീർക്കും? ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴാണ് വൈകി എനിക്കാറും. ഇപ്പൊ അമ്മ അത്രയും മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഭയങ്കര ഡോസാണ്. വീട്ടിൽ കൂടുതൽ പണിയുള്ള ദിവസങ്ങളിൽ 2 മരുമക്കളും വീഡിയോസ് എടുത്ത് നടക്കുമ്പോൾ സീതമ്മയ്ക്ക് ദേഷ്യം വരാറുണ്ടോ? ദേഷ്യമൊന്നുമില്ല, ഞാൻ അവർക്ക് എപ്പോഴും പ്രോത്സാഹനം കൊടുക്കാറില്ല. അതായത് വീട്ടിൽ കൂടുതൽ പണിയുള്ള ദിവസങ്ങൾ നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ നേരത്തെ വീഡിയോ എടുക്കാൻ പോകാറില്ലല്ലോ നിങ്ങൾ? അങ്ങനെ നടന്നില്ലെങ്കിൽ, അത് പറ്റിയില്ലെങ്കിൽ തന്നെയും അതിന് ദേഷ്യമൊന്നും കാണിക്കാറില്ല. ഒരാളെന്തെടുക്കണ കാണാണ്ടാവും ചോദിക്കുമ്പോൾ എന്നാണ് ഇന്നെ ചെയ്യണമെന്ന് പറയും. ഒരാളെ കണ്ടില്ലെങ്കിൽ ചോദിക്കും, മറ്റൊരാളോട് എന്താ അയാൾ എന്തേലും ചോദിക്കും. 5 മണിക്ക് 5 മണി കണ്ടില്ലെങ്കിൽ ഗീത്ത് എന്തെങ്കിലും ആരെങ്കിലും ഒന്നില്ലെങ്കിൽ ഡബ് ചെയ്യണം നിങ്ങൾ അങ്ങനെ, അല്ലെങ്കിൽ വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പണിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയി ചെയ്തുകൂടിയെന്ന് ചോദിക്കുള്ളൂ ഞാൻ. 2 മരുമക്കളിൽ ആർക്കാണ് വന്ന ക്വസ്റ്റിനെ കുടുംബകാര്യങ്ങൾ ചെയ്യാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും പക്വത കൂടുതലായിട്ടുള്ളത്? അത് ഞാൻ പറഞ്ഞു, 5 വേഗം ഞാൻ പറഞ്ഞല്ലോ, അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇതില് റിപ്പീറ്റ് ആയിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 10-15 ക്വസ്റ്റിനെ എടുത്ത് ആക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതേ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആണ്, പലതരത്തിലാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അത് ബോറടി ആയി പോകും. ഇപ്പൊ മനസ്സിലായല്ലോ സീതമ്മയ്ക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു വർഷം മുമ്പ് തൊട്ടേ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടെന്നുള്ളൂ. പിന്നെന്താണ് നമുക്ക് പറയാനുള്ളത്? നിങ്ങളോട് ഇനിയും ഞങ്ങളെ വീഡിയോ ഇടുമ്പോൾ അത് നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അല്ല, നിങ്ങളെ ഇത് പ്രോത്സാഹനം ഉണ്ടാവാൻ വീണ്ടും വീണ്ടും പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് 4ാമത്തെ ആള് സ്കൂളിൽ പോയിരിക്കുകയാണ്, 3ാള് അതന്നെ ഈ 1 വർഷമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. 3 പേരും ഉണർന്നിരിക്കുകയാണ്. അച്ഛനും ഒരാൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വെക്കുന്നു. എല്ലാവരോടും